ഹലോ ഗായ്സ്, എല്ലാവർക്കും ലെസ് പ്ലസ് സീരീസിൻ്റെ 10ാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. യെസ്, എൻ്റെ കയ്യിലുള്ള കംപ്ലീറ്റ് ഐറ്റംസും ലാബിൽ പോയിട്ടുണ്ട്. ഞാൻ ഓഫ് ക്യാമറ കുറച്ച് മൈനിങ്ങിനൊക്കെ പോയായിരുന്നു. എൻ്റെ മൈനിങ്ങിന് പോയിട്ട് ഒരു 10-12 ഡയമണ്ടൊക്കെ ഒപ്പിച്ചുകൊണ്ട് വന്നിട്ട് തിരിച്ച് പോകാൻ നേരം ഒരു സ്കെൽട്ടൺ വന്നിട്ട് എന്നെ ലാബിലോട്ട് തള്ളിയിട്ട് മറ്റേ അവൻ്റെ അമ്പ് വെച്ച്. ഓക്കെ, ഭാഗ്യത്തിന് ഞാൻ പെട്ടെന്ന് മുകളിലോട്ട് കയറാൻ വേണ്ടിയിട്ട് ശ്രമിച്ചായിരുന്നു. എൻ്റെ കംപ്ലീറ്റ് ഡയമണ്ട് ടൂൾസും എല്ലാം ലാബിൽ പോയി. എന്നിട്ട് കുറച്ച് ഡയമണ്ട് മാത്രം കിട്ടി. പിന്നെ ഡയമണ്ടിനൊന്നും പറ്റിയില്ല, പിന്നെ കുറച്ച് റെഡ് സ്റ്റോണും പറ്റിയില്ല. എന്നിട്ട് ഞാൻ എൻ്റെ ഒരു പൊട്ടിപ്പോയ ഒരു ഹെൽമെറ്റ് ഒന്നുകൂടെ ക്രാഫ്റ്റ് ചെയ്ത്, പിന്നെ എൻ്റെ കംപ്ലീറ്റ് ടൂൾസും കൂടെ ഒന്നുകൂടെ ഉണ്ടാക്കിയിട്ട് എൻ്റെ വീട്ടിലത്തെ ഒരു ചെസ്റ്റ് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഇവിടെ നിന്ന് കുറേ നേരം ആയിരുന്നു. എനിക്ക് കിട്ടിയ ഡ്രോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 സ്റ്റാക്ക് അടുപ്പിച്ചുണ്ട്. അല്ലെങ്കിൽ എടുത്തേക്കാം. ഓക്കെ, നൈറ്റ് ആവറായി. ബേസിൽ പോകണോ ആ ഒരു ഷീപ്പ് ഫാർമിൽ നിന്ന് എടുക്കണോ? അവിടെ നിന്ന് എടുക്കാം. ബേസിൽ പോകുമ്പോൾ എന്തെങ്കിലും ചിലപ്പോൾ ചത്തു. ഇവിടുന്ന് ഡ്രോപ്പ് ചെയ്യാൻ നോക്കിയില്ല. ഏകദേശം ഈ ഒരു മുകളിലത്തെ ലെയർ ഫില്ല് ആവാറായിട്ടുണ്ട്. പിന്നെ ഇത്ര ഇങ്ങനെ എടുത്തിട്ട് ഒരു ബെഡ് നമുക്കിവിടെ ചെന്ന് ഉണ്ടാക്കാം. കിടന്നുറങ്ങ. ഭാഗ്യം. ഇങ്ങനെയൊക്കെ നേരം വെളുപ്പിച്ച് എനിക്കൊരു അമ്പും ബില്ലും തിരിച്ചവിടെ സ്ഥലം വെച്ചേക്കാം. ഓക്കെ, അതിപ്പോൾ 2 സ്റ്റാക്ക് അടുപ്പിച്ചായിട്ടുണ്ട്. 2 സ്റ്റാക്ക് ആയിട്ടുണ്ട്. ഈ ഒരു ആണെങ്കിൽ എടുത്തേക്കാം. മുമ്പ് 2 സ്റ്റാക്ക് ആവും. ഓക്കെ, വന്നോണ്ടിരിക്കും. എന്തായാലും തിരിച്ചിനി വീട്ടിലോട്ട് പോകും. ഇന്നത്തെ എപ്പിസോഡ് ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് നെതർ ഫോർട്രസ് ഒന്ന് റെഡി ചെയ്യണം. ഓക്കെ, ഞാൻ ഒരു ബ്രീഡർ ഉണ്ടാക്കുന്ന സമയത്ത് അവിടെ നിന്ന് ചുറ്റി നോക്കിയായിരുന്നു. അവിടെ അടുത്ത് വല്ല ഫോർട്രസ് ഉണ്ടാകുന്നു. അന്നേരം എനിക്ക് ഒരു ഫോർട്രസ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങോട്ടൊന്ന് പോകണം. പിന്നെ അതിനു മുമ്പ് എനിക്ക് എൻ്റെ ഫുഡൊന്ന് റെഡി ആക്കണം. എനിക്കിപ്പോൾ കഴിക്കാൻ ഇവിടെ ഒന്നുമില്ല. ബ്രീഡറിലുള്ള വില്ലേജേഴ്സിൻ്റെ അടുത്ത് റെഡി ചെയ്തിട്ട് കുറച്ച് ഫുഡ് ഒപ്പിക്കണം. കണ്ടിരിക്കുന്ന എൻ്റെ ആർമറും ടൂൾസും ഇതാണ് ഞാൻ പുതിയതായിട്ട് ഉണ്ടാക്കിയ ആർമർ ടൂൾസ്. പിന്നെ ഈ ഒരു ഹെൽമെറ്റ് ഞാൻ പുതിയതായിട്ട് ഉണ്ടാക്കി. ഞാൻ എന്നാലും ഒരു ആനുവൽ ഉണ്ടാക്കിയിട്ടില്ലേ, ഈ ഒരു 1 2 3. ഞാൻ എന്തായാലും ഈ ഒരു ആർമറിന്ന് കുറച്ചൊന്ന് അപ്ഗ്രേഡ് ചെയ്യാം. ഈ ഒരു ഡയമണ്ട് ഇങ്ങനെ എടുത്തേക്കാം. ഓക്കെ, ഒരെണ്ണം വല്ല മെച്ചം എത്ര ആവുന്നു? ഇത്ര ആവുമല്ലേ. ഇവിടെ നോക്കാം. 1 ഈ ഒരു ബൂട്ട് നോക്കാം. അതും കുറച്ചൊന്ന് റെഡിയാക്കിയിട്ടുണ്ട്. ഞാൻ പിന്നെ 3 കൊടുത്താലോ? 3 കൊടുത്തേക്കാം. ബെസ്റ്റ് കോസ്റ്റില്ല. ഞാൻ പിന്നെ ഇങ്ങനെ റെഡി ആയിക്കോളാം. ഓക്കെ, അല്ലെങ്കിൽ അത് ഇന്നത്തെ എപ്പിസോഡ് തന്നെ റെഡിയാക്കാം. ഞാൻ അങ്ങോട്ടേക്കൊന്ന് പോകുന്നുണ്ട്, മറ്റേ ഒരു മോബ് ഫാർമിലോട്ട്. അതുവഴിയാണ് നമ്മുടെ ബ്രീഡറിലോട്ട് പോകുന്നത്. ഓക്കെ, ഞാൻ വിചാരിക്കുന്ന മറ്റേ അയൺ ഫാമിലെ വില്ലേജേഴ്സിനായിട്ടൊന്ന് ട്രേഡ് ചെയ്യണം. ഈ ഒരു വുഡ് വെച്ചിട്ട്. ഇത് വുഡ് നമുക്ക് സ്റ്റിക്കാക്കിയിട്ട് നമുക്ക് അമ്മമാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അമ്മമാർ നമുക്ക് എമറാൾഡ് തരും. ഓക്കെ, അമ്മമാർ ഫ്ലക്ചേഴ്സാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ അമ്മമാർക്ക് നമുക്ക് സ്റ്റിക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ കുറച്ച് ഫുഡാണ് നോക്കുന്നത്. ഇനി റോട്ടൻ ഫ്രഷ് തിന്നണ്ട, പകരം ബെക്കറ്റ് പൊട്ടറ്റോ. കുറച്ച് പൊട്ടറ്റോ ഉണ്ട്, ഞാൻ നേരത്തെ എങ്ങാണ്ട് കുക്ക് ചെയ്യാൻ വെച്ചത്. ഓക്കെ, ഇതിൽ കൂടിനകത്തിരിക്കട്ടെ. ബാക്കിയാണ് ഇവിടെ ഇരിക്കട്ടെ. ആനുവൽ എനിക്ക് വേണം. ഓക്കെ, ഇനി എനിക്ക് കുറച്ച് നേരത്തെ ഫുഡ് കഴിക്കാൻ പറ്റും. ഞാൻ എന്താണ് ഇപ്പം ഫോട്ടോസ് റെഡി ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് 15ാമത്തെ എപ്പിസോഡിൽ പോയി ഡ്രാഗനെ കൊല്ലണം. ഞാൻ അതെല്ലാം 15ാമത്തെ എപ്പിസോഡ് എന്ന് പറഞ്ഞാൽ അധികം ദൂരമൊന്നുമില്ല.
ഇപ്പോൾ നമ്മൾ 10ാമത്തെ എപ്പിസോഡിലാണ് നിൽക്കുന്നത്. ഒരു 5 എപ്പിസോഡുകളേ ഉള്ളൂ ഇനി. 5ാമത്തെ എപ്പിസോഡാണ് വന്നിട്ട്. അപ്പോൾ എന്നാലും നമുക്ക് പെട്ടെന്ന് തന്നെ എൻ്റെ ആർമറും ടൂൾസും എല്ലാം കംപ്ലീറ്റ് എൻജോയ് ചെയ്യണം. പിന്നെ കുറച്ചുകൂടെ എൻജോയ് ചെയ്യണം. പിന്നെ റേഡിന് പോകണം. അങ്ങനത്തെ കുറച്ച് പരിപാടിയൊക്കെ ചെയ്യണം. ഓക്കെ ഞാൻ കുറച്ച് ഫുഡ് മൈൻഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം നമുക്കൊന്ന് പ്രാങ്ക് ആക്കാം. ഓക്കെ ഇനി തന്നെ നമുക്കൊന്ന് കംപ്ലീറ്റ് സ്റ്റിക്കും ആക്കണം. ഓക്കെ കുറേ കേട്ടിട്ടുണ്ട്. ഇനി ഇതൊന്ന് കൊടുത്തു നോക്കാം. ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് വേറെ പ്രശ്നമൊന്നും അയൺ ഫാമിന് പറ്റത്തില്ലെന്ന് തോന്നുന്നു. ഞാൻ പറ്റിക്കഴിഞ്ഞാൽ എനിക്ക് പിന്നെ ബിൽഡ് ചെയ്യേണ്ടി വരും. അതിന് ഇരട്ടിപ്പണിയായിരിക്കും. ഇവിടെ എവിടെ എങ്ങാണ്ടായിരുന്നു വില്ലേജേഴ്സ്. അതുണ്ടാക്കുന്നു. നീ ഉമ്മാർക്ക് കൊടുക്കാം. അവൻ ലോക്ക് ചെയ്തു. അടുത്തവൻ കൊടുക്കാം. ഇപ്പം നമുക്ക് 20 എമറാൾഡ് നമ്മുടെ കയ്യിൽ. 21 ഉണ്ടായിട്ടുണ്ട്. അയൺ ഫാമിന് പ്രശ്നമൊന്നുമില്ല. വർക്കാവുന്നുണ്ട്. അതേ ഗോളൊക്കെ ചാവുന്ന സൗണ്ട് കേൾക്കുന്നുണ്ട്. ഇവന്മാരുടെ ഒരു ഏതാണ് അയൺഗോളൊക്കെ വരുന്നുണ്ട്. ഞാൻ കൊല്ലു. കുറച്ചുകൂടെ ഒന്ന് ഒപ്പിച്ചിട്ട് ഒരു 40 എണ്ണം ആക്കിയിട്ട് നമുക്ക് മറ്റേ അവന്മാരുടെ അടുത്തേക്ക് പോകാം. കംപ്ലീറ്റ് ചെയ്ത് സ്റ്റിക്കാക്കാം. ആദ്യം നമുക്ക് പ്ലാൻ ആക്കണം. ഓക്കെ അതിനെ ഞാൻ കംപ്ലീറ്റ് ചെയ്ത് സ്റ്റിക്കാക്കിയിട്ടുണ്ട്. ഓക്കെ കുറേ കിട്ടി. ഇനി ഇവന്മാർക്ക് കൊണ്ട് കൊടുക്കാം. ദൈവമേ സോംബിയൊന്നും വരില്ലേ. എന്നെല്ലാം തീർന്നു. ഓക്കെ എല്ലാം കൊടുത്തു. നമുക്കിപ്പോൾ 10 എന്തായാലും ഇപ്പോൾ ഈ 37 എമറൗണ്ട് ഉണ്ട്. ഓക്കെ ഇനി നമുക്ക് ഈ ഒരു ആൻവിലോട്ടല്ല ആഡ് ചെയ്യാം. ഈ ഒരു ആഡ് ചെയ്യണം. ഇതോടെ അടിയുമ്പോൾ നമുക്ക് ഓക്കെ ഞാൻ എൻ്റെ ഡയമണ്ട് ആർമറെല്ലാം കംപ്ലീറ്റ് ഒന്ന് സെറ്റാക്കിയിട്ടുണ്ട്. ആൻവിൽ ഒട്ടാറായി ഇപ്പോൾ ഉണ്ടാക്കിയതാണ് സാധനമാണ്. പിന്നെ ഷീൽഡ് ഉണ്ടാക്കിയില്ല. പക്ഷേ ഓക്കെ ഞാനൊരു ഷീൽഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ക്രീപ്പർ അവന് വേണ്ടി ഞാൻ ഷീൽഡ് ഉണ്ടാക്കി. ഓക്കെ ഞാൻ അവിടെ വന്നിട്ടുണ്ട്. ഇനി ഹോംവർക്ക് ഒന്ന് ട്രേഡ് ചെയ്യാം. പംകിൻ പൈൻ. ഓക്കെ അങ്ങനെ എനിക്കിപ്പോൾ കുറേ ദിവസത്തേക്ക് കഴിക്കാനുള്ള ഫുഡ് ആയിട്ടുണ്ട്. ഉണ്ടോ കുറേ ഫുഡുണ്ട് നമ്മുടെ കയ്യിൽ. എന്തായാലും ഈ ഒരു ബ്രെഡ് മാത്രം കൈ വെച്ചേക്കാം. ബാക്കിയെല്ലാം ഞാൻ ബേസിക് കൊണ്ട് വെച്ചേക്കാം. ഇവിടെ കുറച്ചുകൂടെ അയൺ വന്നിട്ടുണ്ട്. അടുത്തേക്കാം 36 പെട്ടെന്ന് തന്നെ അയൺ കോളൻസ് പോകണമെന്നുണ്ട്. ഇത് ബാക്കി ഫുഡ് പെട്ടിക്കകത്ത് വെച്ചേക്കാം. ഓക്കെ ആനുവൽ ഞാൻ തറ വെച്ചേക്കാം. ആനുവലുണ്ട്. ഓക്കെ ഒരു ആനുവൽ ഇവിടെ വെച്ചേക്കാം. ഓക്കെ പോകുന്ന രീതിയിൽ നമുക്ക് ഫോർട്രസ് റെഡി ചെയ്യാൻ പോകാം. ഓക്കെ അതിന് വേണ്ടിയിട്ട് വേറെ പ്രിപ്പറേഷൻ്റെ ഒന്നും ആവശ്യമില്ല. ഞാൻ പോകുന്നത് പറയാൻ പറഞ്ഞേക്കാം. നമ്മളിപ്പോൾ 100 ദിവസം കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന 105ാമത്തെ ദിവസത്തിലാണ്. ഓക്കെ ഈ ഒരു സംഭവത്തിൻ്റെ ആവശ്യമില്ലെന്ന് തോന്നുന്നു. ഒന്ന് പൊട്ടിച്ച് പുറത്തിറങ്ങാം. ഓക്കെ നമ്മൾ പോർട്ടലിൽ നിന്ന് ഇറങ്ങിയിട്ട് അങ്ങോട്ടേക്ക് പോകണം കേസ്. അങ്ങോട്ടേക്ക് പോയിട്ട് അവിടെ ഒരു വിൻഡോ പോലത്തെ ഒരു സാധനമുണ്ട്. ഇങ്ങോട്ടേക്ക് തന്നെ അല്ലേ? അതല്ലേ ചുമ്മാരെ നമ്മൾ വലുതായിട്ടൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. ഇനി ഗോൾഡ് ആർമർ എടുക്കാൻ മറന്നു. യെസ് കുഴപ്പമൊന്നുമില്ല. യെസ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നിട്ട് നമ്മൾ താഴോട്ടേക്ക് നോക്കുമ്പം അവിടെ ഫോട്ടോസ് കാണേണ്ടതായിരുന്നു. ഞാൻ 100% കുറച്ച് കൂട്ടി നോക്കാം. അതുകൊണ്ടിരിക്കുന്നു. അപ്പം അങ്ങോട്ടേക്കാണ് നമുക്ക് പോകേണ്ടത്. ഓക്കെ നമുക്കൊന്ന് താഴോട്ടിറങ്ങണം. ഇതുവഴി ഒരു സ്റ്റെയർകേസ് ഉണ്ടാക്കിയതായത് താഴോട്ടിറങ്ങും.
ഇറങ്ങണം. അങ്ങോട്ടേക്കാണ് ഫോട്ടോ എടുത്തിരിക്കുന്നത്. കൂട്ടത്തിൽ ഇവന്മാരെന്ന് സൂക്ഷിക്കണം. ഷീൽഡ് വെച്ചോ നടക്കുന്നു. ഷീൽഡ് വെച്ചൊരു ഇവന്മാർ അറ്റാക്കിങ്. അത്രേ ഉള്ളൂ. ഓക്കെ, ഞാൻ സ്പോണറിൻ്റെ ഒരു സാധനം കാണുന്നുണ്ട്. നമുക്ക് അങ്ങോട്ടെങ്ങനെ പോവാം? അതേണ്ട ഇരിക്കുന്നു സ്പോണർ തന്നെയല്ലേ? ആ, ഇവിടെ ക്ലോസ് ചെയ്തേക്കാം. ഡേ കൊല്ലല്. നോ ചത്ത്. എന്തോന്നു? ആ, ഞാനൊരു സ്പെയർ ആർമർ ഉണ്ടാക്കിയിട്ട് വാങ്ങി. എനിക്കറിയാമല്ലോ ചാവുന്നു. അപ്പം ഞാനല്ലേ. ഞാൻ 2 ലെഗൻസ് ഉണ്ടാക്കി. ഓക്കെ, ഒരു പിക്കാക്സും കൊണ്ടുപോകാം. അവിടെ ബ്ലോക്ക് പൊട്ടിക്കണ്ട. ഇതൊന്നും കൊണ്ടുവന്നില്ലായിരുന്നു. എനിക്കിവിടെ നിന്ന് കുറച്ച് പോർച്ചോപ്പ് കിട്ടി. നേരത്തെ കൊന്നവൻ്റെ. എനിക്കൊരു ബ്ലോക്ക് വേണം. എൻ്റെ ബാക്കിൽ ആരോ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. പൊക്കോ ഓടിക്കോ. ആ, ഐറ്റംസ് കിട്ടി. ആ, ഭാഗ്യം. എൻ്റെ ആർമറിലിട്ടേക്കാം. എനിക്ക് ഒരു ബ്ലേസറോട് മാത്രം കിട്ടിയിട്ടുണ്ട്. നമുക്ക് അതൊരു 8 എണ്ണം വേണം. 8 എണ്ണം പോരാ. നമുക്ക് ഒരു 16 എണ്ണം എടുത്തേക്കാം. ഇങ്ങോട്ടേക്ക് ഇനി ആരും വരണ്ട. ഓക്കെ, ഇങ്ങോട്ട്. ഓക്കെ, 2 എണ്ണം കിട്ടി. ഒറ്റ വെട്ട്. ആ, 4 എണ്ണം കിട്ടി. ആ, 5 എണ്ണം കിട്ടി. യെസ്. താഴെ ഒരു നിൽപ്പുണ്ട്. ചിലപ്പോൾ അവൻ എന്നെ ആരെങ്കിലും കയറി വരൂ. അല്ല, ഇറങ്ങി വരൂ. അവൻ വല്ലതും ഡ്രോപ്പ് ചെയ്തു. ആ, ഡ്രോപ്പ് ചെയ്തു. കിട്ടി. ആ, 7 എണ്ണം കിട്ടി. ഇവിടെ തന്നെ നിൽക്കാം ഗൈസ്. ഇവിടെ നിന്ന് ക്ലോസ് ചെയ്തേക്കാം. മൊത്തം മുകളിലോട്ട് പോയാൽ പ്രശ്നമാണ്. ചിലപ്പോൾ അവൻ എന്നെ കൊല്ലും. ഓക്കെ, 8 എണ്ണം കിട്ടി. 9 എണ്ണം കിട്ടി. അവൻ ഇച്ചിരി ചെയ്യാനായിരുന്നു. ആ, 10 എണ്ണം കിട്ടി. ആ, പിന്നെ ചത്ത്. ഞാൻ പിന്നെ വന്നടാ നിന്നെ കൊന്ന് കുഴിച്ചു കൂടെ. പിന്നെ അവൻ കൊന്നൊന്നുമില്ല. ഓക്കെ, 11 എണ്ണം കിട്ടി. ഇനി ഒരു 5 എണ്ണം വേണം. ഓക്കെ, 13 എണ്ണം കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു 3 എണ്ണം കൂടെ മതി.
നീ കൂടെ ആ കിട്ടി ഞാൻ വീട്ടിൽ പോകുന്നു. എനിക്കിനി ഇവിടെ തന്നെ സഹായം വേണ്ട. ഞാൻ ഈ ബ്ലേസറോടെ ഒന്ന് പൊട്ടിച്ചേക്കാം. ഓക്കെ അത് പൊട്ടിച്ചത് എനിക്ക് സേഫ് ആകാൻ വേണ്ടിയിട്ടാണ്. താഴെ വേറെ കാണുമെന്ന് വിചാരിക്കുന്നത്. ഓക്കെ തിരിച്ച് നമുക്ക് വീട്ടിൽ പോവാം. എനിക്ക് വീട്ടിൽ പോകണം. നമുക്കിനി ഒരു ഫോട്ടോസ് ഒന്നും കംപ്ലീറ്റ് എന്ന് അറിയില്ല. ഒരു വിതർ സ്കെൽട്ടൺ ഇല്ലായിരുന്ന മതിയായിരുന്നു. എന്നാൽ ഞാൻ രക്ഷപ്പെട്ടേനെ. അവന്മാരാണ് ഏറ്റവും വലിയ സീന്. എനിക്ക് നിങ്ങളെ വേണ്ട. അവൻ മറ്റേ എഫക്റ്റ് ഇടാൻ എന്നെ കൊല്ലണം. സ്ലിങ് അവനും നന്നോ? ഒന്നും തന്നില്ല. ഇവിടുന്ന് ഒരു മാക്മയുടെ സൗണ്ട് കേൾക്കുന്നുണ്ട്. അതാണ്ട് കേൾക്കുന്നത്. കിട്ടി. ഇവിടെ നീ ഒരു സാധനങ്ങൾ എടുത്തിട്ട് തിരിച്ച് വീട്ടിൽ പോകും. ഇവിടെ വരെ വന്നാലും മൊത്തം കിടത്തേനെ. സോൾ സാൻഡ് കൊണ്ടുപോകണം കഴിക്കുന്നത്. എന്നാലും നന്നായിട്ട് വെക്കാൻ പറ്റത്തില്ല. എല്ലാം കിട്ടി. ഡേ ഓക്കെ കിട്ടിപ്പോ എനിക്കിനി ഒന്നും വേണ്ട. ഈ മാക്ക് ഇവന്മാരെന്തോ കൊച്ചു നാക്കന്മാരെയാണ് അടിക്കുന്നത്. കൊല്ലം